ഇദ്ദേഹം ഭയങ്കര ഇരട്ടച്ചങ്കനാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹം നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ജഡ്ജ് ചെയ്യാൻ ആളല്ല, പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെരി സ്റ്റബേൺ. ഒരു എന്താ പറയുക, ഒറ്റ ബുദ്ധി എന്നൊക്കെ അതെ പറയാമല്ലോ. ഒരു വഴിക്ക് അത് പിടിച്ചാൽ അത് തന്നെ പിടിച്ചാൽ അങ്ങനത്തെ ഒരു ലൈനാണ്. അപ്പോൾ അതിനെ നല്ലതായിട്ട് കാണുന്ന ചിലരുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ അത് ഭയങ്കര ദൃഢനിശ്ചയമാണ്, അല്ലേ? അതാണ് ഇരട്ടച്ചങ്കെന്ന് പറയുന്നത്. അപ്പോൾ ചിലർ അതിനെ അങ്ങനെ വേണം. പക്ഷേ അതിന് മറുവശം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്താണ് ഫീഡ് കിട്ടുന്നത്, അദ്ദേഹം എന്തിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ ഒരു തെറ്റായ ഒരു കാര്യം ഏറ്റുപിടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് മാറില്ല എന്ന് വാശി പിടിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി 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 എന്താ പറയുക, ഇമ്മച്വർ. നമ്മൾ മറുത്തൊരു കാര്യം പറയുമ്പോൾ കേൾക്കണ്ടേ. അതെ, ആ ഒരു ക്വാളിറ്റി, ലിസണിങ് ക്വാളിറ്റി, ഒരു മനസ്സ്, ഒരു പുതിയൊരു ഇൻപുട്ട് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി, അത് എനിക്ക് കുറവാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പല അഭിപ്രായങ്ങൾ പുതുതായിട്ടൊക്കെ അവിടെ വരും. നമ്മൾ തീരെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പലതും വരും. അതും കൂടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി സാർ ഒരു ഒപ്പീനിയൻ പറയുക. ചിലപ്പോൾ നമ്മൾ അതുവരെ വിചാരിക്കാത്ത പുതിയ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള മീറ്റിങ്ങുകൾ. അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, നമ്മൾ അതിന് മുമ്പ് VS ഇരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ലാണ്, മന്ത്രിമാരുടെ മീറ്റിംഗ് കണ്ടിട്ടുള്ളതാണ്. സോ മീറ്റിംഗ്സ് ആർ ബേസിക്കലി ഫോർ ദാറ്റ്. മീറ്റിംഗ് ഓഫ് മൈൻഡാണ്. നമ്മളെല്ലാവരും ഒരു ഐഡിയാസ് കൊണ്ടുവന്നിട്ട് പുതിയൊരു സാധനം. എന്തിനാണ് ഈ മീറ്റിംഗ് നടത്തുക? ഒരു ഐഡിയ നടപ്പിലാക്കാനോ? എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ റുട്ടീൻ മീറ്റിംഗ്സ് ആവാം, എന്തും ആവാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ CMൻ്റെ മീറ്റിങ്ങുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ അദ്ദേഹം ഒരു തീരുമാനമായിട്ടാണ് വരിക. അവിടുത്തെ ഡിസ്കഷൻ എന്നൊക്കെ പറയുന്നത് ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ആദ്യം മനസ്സിലാക്കി നമ്മളവിടെ വന്ന് പറഞ്ഞേക്കണം. ഒരു സ്ക്രിപ്റ്റഡ് നാടകം പോലെയാണ്. അവിടെ ഒരു പുതിയ അഭിപ്രായക്കാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാ തെറ്റാണ്. കാരണം ഹി ഡസൻ വാണ്ട് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ.